ഒരു ന്യൂ സ്മാർട്ട് ഫോൺ വാങ്ങണം എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഐഫോണെ പറ്റിയിട്ട്. സോ മാർക്കറ്റിൽ ഇപ്പോൾ നിലവിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഐഫോണാണ് ഐഫോൺ 13. സോ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അൺബോക്സിംഗിലേക്ക് കടക്കാം. സോ നമുക്ക് ബോക്സ് ഒന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സിൽ ഏതാണെന്ന് വെച്ചാൽ ഫോണ്, പിന്നെ ഒരു സിം ഇജക്ടർ പിന്നെ ഒരു മാനുവൽ ബുക്കും, അതുപോലെ തന്നെ ഒരു ചാർജറിൻ്റെ കേബിൾ മാത്രം, അഡാപ്റ്റർ നമുക്ക് ഇതിലൂടെ കിട്ടുന്നതല്ല. സോ ജസ്റ്റ് ഒരു 2000 റുപ്പീസ് എക്സ്ട്രാ കൂടി കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒറിജിനൽ അഡാപ്റ്റർ കൂടി കിട്ടുന്നതാണ്. സോ ഇതാണ് ഞാൻ പറഞ്ഞ അഡാപ്റ്റർ. ഇത് 20 വാട്ട് പവർ അഡാപ്റ്ററാണ്. ഇതൊരു ഫാസ്റ്റ് ചാർജറും കൂടിയാണ്. ഇതിൽ പറയുന്നത് വെച്ചാൽ 30 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് 50% വരെയും കയറുന്നതാണ്. സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. 12 വെച്ച് നോക്കുകയാണെങ്കിൽ മോഡലെല്ലാം സെയിമാണ്, ബട്ട് കുറച്ച് ഫീച്ചേഴ്സ് അപ്ഡേറ്റഡ് ആണ്. എന്താണെന്ന് വെച്ചാൽ ക്യാമറയും അതുപോലെ തന്നെ A15 ബയോണിക് ചിപ്സെറ്റും ഇതിൽ അവൈലബിൾ ആണ്. സോ ഇതിൻ്റെ അപ്പിയറൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്ലാറ്റ് എഡ്ജസ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബട്ടൺസ് എല്ലാം കറക്റ്റ് നോർമൽ ഐഫോൺ പോലെ തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറ ഇത്തിരി കൂടി ബൾജായി ആയിരിക്കുന്നത്. സോ ലെൻസ് യൂസ് ചെയ്യണമെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് കളർ വേരിയൻസ്. ഇതിന് കുറച്ചധികം കളർ വേരിയൻസ് ഉണ്ട്. ബ്ലാക്ക്, ബ്ലൂ, റെഡ്, ഗ്രീൻ, അങ്ങനെ കുറേ അധികം. ഇതിൻ്റെ ക്യാമറയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് ക്യാമറ ആണ് ഇതിലുള്ളത്. ലൈക്ക് വൈഡും അൾട്രാ വൈഡും. നല്ല ലൈറ്റ് ക്യാപ്ചർ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്യാമറ ഇവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ ഡേ ലൈറ്റിൽ നിങ്ങൾ പിക്സോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും അത് കാണാൻ. സ്റ്റെബിലൈസേഷൻ കൂടുതലുള്ളത് കൊണ്ട് നിങ്ങൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ ജസ്റ്റ് കൈ ഒന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്യലും മൂവ് ചെയ്യുന്നത് അത് നിങ്ങളെ വീഡിയോനെ ബാധിച്ചിട്ടില്ല. പിന്നെ അൾട്രാ വൈഡ് ലോ ലൈറ്റിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നൈറ്റ് നിങ്ങൾ വീഡിയോ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ അത്ര കുഴപ്പമുണ്ടാവില്ല കാണാൻ. സോ ബാക്കിയുള്ള ക്യാമറ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയെന്ന് വെച്ചാൽ പോർട്രേറ്റ്, നൈറ്റ് മോഡ്, ടൈം ലാപ്സ്, പാനോ, അങ്ങനെ കുറച്ചധികം ഫീച്ചേഴ്സ്. സോ ഇതിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്യാമറ ഫീച്ചറാണ് സിനിമാറ്റിക് എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടോ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവ് ഫോക്കസും ബ്ലർനെസ്സും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഡോൾബി HDR സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ പിക്ചറിൻ്റെ ഡെപ്തും അതുപോലെ തന്നെ ബ്ലർനെസ്സും എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. 4K 24ഉം അതുപോലെ തന്നെ 30ഉം പിന്നെ 60ഉം ഫ്രെയിം റേറ്റിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. സോ അതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ക്ലിയർ ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഫ്രെയിം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് 4K വേണ്ട എന്നാണെങ്കിൽ ഇതിൽ 1080ഉം അതുപോലെ തന്നെ 720ഉം ഉണ്ട്. ഇതിൽ പിന്നെ സ്മാർട്ട് HDR എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന ടൈമിൽ 1, 2, 3, 4 മോർ ദാൻ 4 പീപ്പിൾസ് ഉണ്ടെങ്കിൽ അവൻ 4 പേരെ അറ്റ് എ ടൈമിൽ ഫോക്കസ് ചെയ്യും. ഇതിൽ ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽ എന്നൊരു ഫീച്ചറും കൂടി ഉണ്ട്. അതുപോലെ ഒരുപാട് ഫിൽറ്റേഴ്സ് നമുക്കിതിൽ കിട്ടും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കളർ നമുക്ക് ഫോക്കസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ ഓരോ പാടും ഇതൊക്കെ ഓരോ സ്കിൻ ടോൺ അനുസരിച്ച് ചേഞ്ച് ചെയ്യാനും പറ്റും. സോ ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ബേഴ്സ് മോഡ് എന്ന് പറഞ്ഞൊരു ഫീച്ചറും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആണ്. അതെന്ന് വെച്ചാൽ ഒരു ഫാസ്റ്റ് മൂവിങ് ഒബ്ജക്റ്റിൻ്റെ ഒരു പിക്ചർ നമ്മൾ ജസ്റ്റ് ഒരു ക്ലിക്കിൽ അവൻ കുറേ അധികം പിക്ചർ ക്യാപ്ചർ ചെയ്യുകയും അതിൽ നമുക്ക് ഇഷ്ടമുള്ളവരെ സെലക്ട് ചെയ്യാനും പറ്റുന്നതാണ്. ഇതിൻ്റെ സിം സ്ലോട്ടിനെ പറ്റി പറയാനുണ്ടെങ്കിൽ നമുക്കിതിൽ ഒരു സിമ്മും അതുപോലെ തന്നെ ഒരു നാനോ സിമ്മും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ സിം സ്ലോട്ട് വരുന്നതെന്ന് വെച്ചാൽ ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. ഇതിൻ്റെ സ്പീക്കേഴ്സിനെ പറ്റി പറയാനുണ്ടെങ്കിൽ 2 ടൈപ്പ് ഓഫ് സ്പീക്കേഴ്സാണ് വരുന്നത്. ഒന്ന് താഴെയും ഒന്ന് പിന്നെ നോച്ചിൻ്റെ അകത്തുമായിട്ടാണ് വരുന്നത്. NFC എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. സോ നമുക്ക് NFC ഉള്ള ഏതൊരു ഡിവൈസും ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മാത്രം മതി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അൺലോക്കിംഗ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുണ്ടെങ്കിൽ ഫേസ് ലോക്കും അതുപോലെ തന്നെ പാസ്കോഡാണ് വരുന്നത്. അപ്പം നമ്മൾ മാസ്ക് യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഫേസ് ചിലപ്പോൾ വർക്ക് ആവില്ല. സോ ആപ്പിളിൻ്റെ വാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ ജസ്റ്റ് അൺലോക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. 12 വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിലൊരു ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ട്. വേറെ ഒന്നുമല്ല, ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 30,000-ഓളം ഇൻഫ്രാറെഡ് ഡോട്ട്സ് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. സോ പൊതുവേ എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ്, ഐഫോണിൽ 4GB റാം മാത്രമല്ലേ ഉള്ളൂ, നമ്മൾ ആൻഡ്രോയിഡിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ 8GB or 16GB വരെ അപ്ഡേറ്റഡ് ആണല്ലോ എന്ന്. വേറെ ഒന്നുമല്ല, ഇതിൽ A15 ബയോണിക് സെറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 4GB മാത്രം മതി. അതുകൊണ്ടാണ് ഐഫോൺ ഈ ഒരു 4GB റാം ചേഞ്ച് ചെയ്യാത്തത്. സോ ഇതിൽ നിങ്ങൾക്ക് ഇൻറ്റേർണൽ മെമ്മറി ഒരു 1TB വരെയും വേണം എന്നുണ്ടെങ്കിൽ അതിൽ സപ്പോർട്ട് ആവത്തില്ല. ഇതിൽ 512 വരെ സപ്പോർട്ട് ആവത്തില്ല. ഇനി 1TB വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 13 Pro സീരീസ് ഒക്കെ നോക്കാവുന്നതാണ്. സോ സാംസങ് പോലത്തെ ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെയിനായിട്ട് പറയുന്ന ഒരു റീസൺ ആണ് സൂമിങ്. ഇതിൽ വന്നിരിക്കുന്ന സൂം എന്ന് വെച്ചാൽ ഒപ്റ്റിക്കൽ സൂമിങ് 2x വരെയും അതുപോലെ തന്നെ ഡിജിറ്റൽ സൂമിങ് 5x വരെയാണ്. സോ അതൊരു ജസ്റ്റ് പോരായ്മയായിട്ടാണ് തോന്നിയിരിക്കുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് ഫോർ ലെറ്റ്സ് ലോജിക് ആൻഡ് ഐ ആം സൈനിങ് ഓഫ്.